ഈ ദേശത്തെ മുഴുവനും വലിയ അനുഗ്രഹത്താൽ അഭിഷേകം മാനേജ്മെന്റ് അവർക്കും ഐവിനെ അവർക്കും ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ കൊടുവ സെൻറ്റ് ആൻ്റണി ചർച്ച് ഫെസ്റ്റിവലാണ്, രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. കൊടുവ രണ്ടാം ഡിവിഷനിൽ നിന്നിട്ടാണ് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ രണ്ടാം ഡിവിഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ കുറച്ച് ഞാൻ വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പം ഇതും വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തതാണ്. കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം കേട്ടോ. ഹലോ ഗൈസ്, എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. അതായത് ഞങ്ങളുടെ ചാനലിൽ, ഈ ചാനലിൽ തന്നെ ഞങ്ങളൊരു പുതിയതായിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ അടുത്ത് കുറച്ച് ടാലൻറ്റഡായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രായപരിധി ഒന്നുമില്ല കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ താഴെ കാണുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കൊരു DM മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ടീം ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾ ആൾക്കാരെ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിസ്സയിൽ കിട്ടുന്ന ചാൻസ് നല്ലപോലെ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അയ്യോ, വാച്ച് കേട്ടാ പറഞ്ഞാണ്. പുറത്തുള്ള പള്ളി മുഴുവനുണ്ട്. നല്ലതറിയും. എല്ലാം പോற വഴിയും ചൊല്ലി ചുമ്മാ ഇതാക്കി പോട്ടേ കൊഞ്ചം കൊഞ്ചം. അത് അയ്യാമാർ വണ്ടി. നീ പോക लेफ्ट का പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നത് നല്ല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥയിൽ നമ്മുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുനാളിന്റെ രണ്ടാം ദിനത്തിലാണ് നമ്മളായിരിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ അന്തോണീസ് നമ്മുടെ കൂടെയുണ്ട്. ഇവരോട് നമ്മുടെ എല്ലാ യാചനകളും നമുക്ക് പറയുകയും
ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാം ആഘോഷിക്കുമ്പോൾ ഈ ദേശത്തെ മുഴുവനും വലിയ അനുഗ്രഹത്താൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുപാട് നിയോഗങ്ങളുണ്ട്. നമ്മുടെ ജീവിതം ഒത്തിരിയേറെ വേദനകൾ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്ന മക്കളുണ്ട്. ഡോക്ടർമാർ ഉപേക്ഷിച്ച വ്യക്തികളുണ്ട്. ഇവിടെ ആയിരിക്കും ഒരു പ്രത്യേക നിയോഗം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പോകുന്ന വഴികളിലൊക്കെ അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, കൃപയുടെ നിമിഷങ്ങളാക്കി മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മകളെയും അങ്ങ് ആട്ടിപ്പായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം മുഴുവനും സമാധാനം നിലകൊള്ളുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ വന്യജീവികൾ ദൈവമേ അവരിൽ നിന്ന് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മദ്യപാനത്തിൻ്റെതായ, മയക്കുമരുന്നിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, நமது மேனேஜ்மெண்ட் அவர்களுக்கும் திரு ஐவேனி அவர்களுக்கும் பங்கு மக்கள் சார்பாகவும் பங்கு தந்தை சார்பாகவும் உங்களுடைய அனைவருக்கும் அன்புடன் நன்றியை தெரிவிக்கின்றோம். இந்த குடிசையில் வருகை தந்த எல்லா பொதுமக்களுக்கும் കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ക്ഷമിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ഒരു മനമോടണയാ ദൈവത്തിനെ ബലിയർപ്പിച്ചിടാം, സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം.
ആശീർവദിച്ചെന്നെ അർച്ചനയാക്കൻ ആരാധ്യമാകും തിരുസന്നിധി. അടിവുള്ള ദൈവമേ അടിയുന്ന സ്നേഹം അടിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. താരത്തിൽ ഉയരുമി കാരുണ്യരൂപത്തിൽ അങ്ങേ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ സ്മരണയ്ക്കാം അങ്ങേ അൾത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് മഹത്വം അങ്ങ് നൽകിയ പോലെ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ കാണുവാന കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിതറിയാൻ തിരുവോസ്തിയ അൾത്താരയിലണയും ഈശോയേ. നിന്നെ കാണുവാന കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ നിങ്ങൾ അവരുടെ ഇടതുവഴി ശ്വാസസ്വാതന്ത്ര്യത്തിന്റെ ദാനങ്ങളെ അവരുടെ മഹാനന്ദയ നിത്യവകാശികൾ പങ്കാളികളായ ഇടയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ സുരക്ഷിതരായ പിതൃരാജ്യമായ സ്വർഗ്ഗത്തിലും ചേരാം. യുഗയായിരിക്കുമാറാകട്ടെ. പുത്രനും പരിശുദ്ധമായ സർവ്വശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദൈവത്തിനു
இருக்காங்க கைஸ். இந்த அநியாயம் எங்கேயாவது இருக்கா? വിശുദ്ധിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ഈ കൊടുവാകരണം ദേവാലയത്തിന്റെ തിരുനാളിന്റെ 2ാം ദിനമായ ഇന്ന് സാഘോഷമായ ദിവ്യബലിയും സാഘോഷമായ പ്രദക്ഷിണവും ഒക്കെ നടക്കുകയുണ്ടായി. എല്ലാ മക്കളും ഒത്തിരി സന്തോഷത്തോടും ആവേശത്തോടും കൂടെയാണ് ദിവ്യബലിയിലും പ്രദക്ഷിണത്തിലൊക്കെ പങ്കുചേർന്നു. വലിയ വിശ്വാസത്തിന്റെ അടയാളമായി ഈ തിരുനാള് മാറട്ടെ. വലിയ അനുഗ്രഹങ്ങൾ അഭിഷേകങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും